തമിഴ് സിനിമയിലെ ദളപതി വിജയുടെ ഓരോ രാഷ്ട്രീയ നീക്കങ്ങളും പ്രസംഗങ്ങളും ഇപ്പോൾ സംസ്ഥാന അതിർത്തികൾ കടന്ന് ഡൽഹിയിലെ കേന്ദ്ര രാഷ്ട്രീയ ഇടനാഴികൾ വരെ പിടിച്ചു കുലുക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലും രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലും ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ചോദ്യം ഇതാണ്: വിജയ് കാണുന്നത് വെറുമൊരു സെന്റ് ജോർജ് കോട്ടയിലെ മുഖ്യമന്ത്രി കസേര മാത്രമാണോ, അതോ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള അടുത്ത പ്രധാനമന്ത്രി സ്ഥാനമാണോ? എന്നാൽ ഈ ചർച്ചകൾക്ക് ചൂട് പിടിച്ചതോടെ തമിഴ്നാട്ടിലെ DMK സഖ്യകക്ഷിയായ കോൺഗ്രസ് ഇതിനെതിരെ കടുത്ത പരിഹാസവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ചക്ക വീണും ഉയരച്ചതുപോലെ മുഖ്യമന്ത്രിയായ ഒരു പാർട്ടി പെട്ടെന്ന് പ്രധാനമന്ത്രി സ്ഥാനം സ്വപ്നം കാണുന്നത് ഒരു തമാശ മാത്രമാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പരസ്യമായ പ്രതികരണം. പക്ഷെ ശരിക്കും വിജയെ അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാൻ DMKക്കോ കോൺഗ്രസിനോ അതോ കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് പോലും കാണാൻ സാധിക്കില്ലല്ലോ. കാരണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തമിഴ് രാഷ്ട്രീയത്തിൽ വിജയ് ഉണ്ടാക്കിയ ആ ഒരു ഓളം അത് നിസ്സാരമല്ലല്ലോ. വിജയുടെ മാസ്റ്റർ പ്ലാൻ ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഈ വീഡിയോയിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അത് തന്നെയാണ്. വാർത്താ മാധ്യമങ്ങളിൽ അടുത്തിടെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം തമിഴക വെട്രി കഴകം തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടി ആയിരിക്കില്ല എന്ന സൂചനകളാണ്. വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ വിജയുടെ പാർട്ടി സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിക്കുകയും ഭാവിയിൽ ദേശീയ തലത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു എന്ന ലക്ഷ്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. TVK പ്രവർത്തകരും വിജയ അനുകൂലികളും അണികളും വിജയ് തമിഴ്നാടിന്റെ മാത്രം നേതാവായിട്ടല്ല, മറിച്ച് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളൊരു ദേശീയ രാഷ്ട്രീയ ശക്തിയായിട്ടാണ് ഉയർത്തി കാണിക്കുന്നത്. ദളപതി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തണം എന്ന തരത്തിലുള്ള ക്യാമ്പയിനുകൾ വരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. അതോടെയാണ് കോൺഗ്രസ് ഔദ്യോഗികമായി പ്രതികരിച്ചതും. ദേശീയ രാഷ്ട്രീയത്തിന്റെ സമവാക്യങ്ങൾ മാറിയെന്നും കൃത്യമായ ഒരു ദേശീയ മുന്നണിയുടെയോ അല്ലെങ്കിൽ BJP കോൺഗ്രസ് ഇതര സഖ്യത്തിന്റെയോ പിന്തുണ ഇല്ലാതെ ഇത്തരം നിലപാടുകൾ പ്രായോഗികമല്ലെന്നുമാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സിനിമാ താരങ്ങളുടെ വരവ് പുതിയൊരു സംഭവമല്ല. MGR, കരുണാനിധി, ജയലളിത, വിജയകാന്ത് തുടങ്ങി തമിഴകം ഭരിച്ചതും രാഷ്ട്രീയത്തിൽ വലിയ അലയൊലികൾ സൃഷ്ടിച്ചതുമായ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ വിജയുടെ വരവിന് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. കാരണം വെറും ചുരുങ്ങിയ കാലം കൊണ്ടാണ് അദ്ദേഹം തമിഴ്നാടിനെ ഇത്രത്തോളം ജനസമ്മതിയും യൂത്ത് കണക്റ്റും നേടിയെടുത്തത്. തമിഴ്നാട്ടിലെ പുതിയ തലമുറ വോട്ടർമാർക്കിടയിലും യുവാക്കൾക്കിടയിലും വിജയ്ക്കുള്ള സ്വാധീനം മറ്റാർക്കുമില്ല. വർഷങ്ങളായി തുടരുന്ന DMK, AIADMK ഇരുധ്രുവ രാഷ്ട്രീയത്തിനെ ഒടിച്ചു മടക്കി കയ്യിൽ കൊടുത്ത ക്രെഡിറ്റും വിജയ്ക്ക് തന്നെയാണ് സ്വന്തം. അതുപോലെ തന്നെ ഒരു ദിവസം പെട്ടെന്ന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയല്ല വിജയ് ചെയ്തത്. കഴിഞ്ഞ 10-15 വർഷങ്ങളായി വിജയ് മക്കൾ ഇയക്കം എന്ന സംഘടനയിലൂടെ തമിഴ്നാടിൻ്റെ മുക്കിലും മൂലയിലും സൗജന്യ ഭക്ഷണ വിതരണം, വിദ്യാഭ്യാസ സഹായങ്ങൾ, രക്തദാന ക്യാമ്പുകൾ എന്നിവയെല്ലാം നടത്തി വിജയ് ഒരു ശക്തമായ ഗ്രാമീണ സംഘടനാ ശൃംഖല കെട്ടിപ്പടുത്തിട്ടുമുണ്ട്. കൂടാതെ വിജയ് തൻ്റെ ആദ്യ സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ് DMKയുടെ കുടുംബ രാഷ്ട്രീയവും അഴിമതിയുമാണ് തൻ്റെ രാഷ്ട്രീയ ശത്രു എന്ന്. BJPയുടെ ഭിന്നിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രമാണ് തൻ്റെ പ്രത്യയശാസ്ത്ര ശത്രു എന്നെല്ലാം അദ്ദേഹം വെട്ടി തുറന്നു പറഞ്ഞതാണ്. അതായത് രണ്ട് വൻ ശക്തികളെയും ഒരുപോലെ എതിർത്തുകൊണ്ടാണ് വിജയ് തമിഴ്നാട്ടിൽ ജയിച്ച് കയറിയത്. അത്രത്തോളം സ്വാധീനമാണ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത്. പുറമെ പരിഹസിക്കുമ്പോഴും ഉള്ളിൽ കോൺഗ്രസിനും DMK സഖ്യത്തിനും വിജയുടെ വരവിൽ വലിയ ആശങ്ക തുടക്കം തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രത്യാഘാതം ഇപ്പോൾ കണ്ടും കഴിഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം, തമിഴ്നാട്ടിൽ DMK കോൺഗ്രസ് സഖ്യത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന ചെറുപ്പക്കാരുടെയും നിഷ്പക്ഷ വോട്ടർമാരുടെയും വലിയൊരു ശതമാനം വോട്ടുകൾ വിജയുടെ പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞു. പ്രത്യേകിച്ചും ആദ്യമായി വോട്ട് ചെയ്ത യുവതലമുറകളെല്ലാം തന്നെ വിജയ്ക്കൊപ്പം തന്നെ സംഘടിച്ചു നിന്നതാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന്, അതും കാലാകാലങ്ങളായി 12 വർഷങ്ങളായി ശ്രമിച്ച കോൺഗ്രസിന് ദക്ഷിണേന്ത്യയിൽ നിന്ന് വിജയ് പോലെ ഒരു വൻ താരം സ്വന്തം നിലയിൽ അവകാശവാദം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ മൂന്നാം മുന്നണി രൂപീകരണത്തിന് ശ്രമിക്കുകയോ ചെയ്യുന്നത് വലിയ തലവേദനയാകുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. മറ്റൊരു കാര്യം, വിജയ് ഒരു ഘട്ടത്തിലും കോൺഗ്രസുമായോ DMKയുമായോ കൈകോർക്കില്ലെന്ന് വ്യക്തമാക്കിയതാണ്. പിന്നീട് കോൺഗ്രസുമായി കൈകോർക്കേണ്ടി വന്നെങ്കിലും പിന്നീട് അത് പിരിഞ്ഞു. ഇത് തമിഴ്നാട്ടിലെ വോട്ട് വിഭജനത്തിന് കാരണമായി. നിലവിലുള്ള സഖ്യത്തിന്റെ ഭൂരിപക്ഷത്തെ ബാധിച്ചു. നമുക്ക് അല്പം രാഷ്ട്രീയ ചരിത്രം കൂടി ഒന്ന് പരിശോധിക്കാം. ദക്ഷിണേന്ത്യയിൽ നിന്ന് കേന്ദ്ര രാഷ്ട്രീയത്തിലേക്ക് സ്വാധീനം ചെലുത്തിയ നേതാക്കൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. HD ദേവഗൌഡ കർണാടകയിൽ നിന്ന് പ്രധാനമന്ത്രിയായതാണ്. DMKയുടെ K അണ്ണാദുരൈ, M കരുണാനിധി, AIADMKയുടെ ജയലളിത, ആന്ധ്രയിലെ NT രാമറാവു തുടങ്ങിയവർ കേന്ദ്രത്തിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിച്ച കിങ് മേക്കേഴ്സ് ആയിരുന്നു. എന്നാൽ വിജയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളികൾ നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം ദേശീയ തലത്തിലെ പാർട്ടി സാന്നിധ്യമാണ്. ഒരു പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തണമെങ്കിൽ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ വലിയ സ്വാധീനം വേണമെങ്കിൽ തമിഴ്നാട്ടിലെ മാത്രം സീറ്റുകൾ പോരാ.
അയൽ സംസ്ഥാനങ്ങളായ കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ TVKയ്ക്ക് ഇപ്പോഴും വലിയ സംഘടനാ സംവിധാനങ്ങളൊന്നുമില്ല. കേരളത്തിൽ ചെറിയ തോതിൽ വളർന്നു വരുന്നുണ്ടെങ്കിലും അതൊന്നും പോരാ. തമിഴ്നാട്ടിൽ ആകെ 39 ലോക്സഭാ സീറ്റുകളും പുതുച്ചേരിയിൽ ഒരു സീറ്റുമാണുള്ളത്. ഒരു പ്രാദേശിക പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഈ സീറ്റുകൾ മുഴുവൻ നേടിയാലും കേന്ദ്രത്തിലെ സർക്കാർ രൂപീകരിക്കാൻ മറ്റ് ദേശീയ പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ നിർബന്ധമാണ്. അപ്പോൾ വിജയ് യഥാർത്ഥത്തിൽ എന്താണ് ലക്ഷ്യമിടുന്നത്? രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്ന മാസ്റ്റർ പ്ലാൻ ഇതാണ്. ഘട്ടം 1 നിയമസഭാ തിരഞ്ഞെടുപ്പ്. അദ്ദേഹം വിജയിച്ചു. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ നേടി സംസ്ഥാനത്തൊരു പ്രധാന ശക്തിയായി അദ്ദേഹം മാറി. DMK ഭരണത്തിൽ നിന്നും AADMK പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നും തുടച്ചു നീക്കി എന്ന് തന്നെ പറയാം. ഘട്ടം ഇനി 2ലേക്ക് കടക്കാം. അടുത്തത് 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പ്. തമിഴ്നാട്ടിൽ നിന്ന് പരമാവധി MP മാരെ ജയിപ്പിച്ച് ഡൽഹിയിലൊരു ഡിസൈഡിംഗ് ഫാക്ടറായി മാറണം. കേന്ദ്രത്തിൽ ഒരു മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ ഡൽഹി ഭരണം ആർക്കെന്ന് തീരുമാനിക്കുന്ന കിങ് മേക്കർ പദവിയിലെത്തണം. ഘട്ടം 3 സൗത്ത് ഇന്ത്യൻ അലയൻസ്. ഭാവിയിൽ ദക്ഷിണേന്ത്യയിലെ മറ്റ് പ്രാദേശിക പാർട്ടികളുമായി ചേർന്ന് ഒരു ശക്തമായ ദക്ഷിണേന്ത്യൻ ബ്ലോക്ക് ഉണ്ടാക്കണം. ചുരുക്കി പറഞ്ഞാൽ വിജയുടെ ലക്ഷ്യം പ്രധാനമന്ത്രി സ്ഥാനമാണെന്ന പ്രചാരണം കോൺഗ്രസ് തള്ളിക്കളയുമ്പോഴും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയ് ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളെ ആർക്കും നിഷേധിക്കാനാവില്ല. അത്രത്തോളം മാറ്റങ്ങൾ ഈ ചുരുങ്ങിയ 100 ദിവസത്തിനുള്ളിൽ അദ്ദേഹം ഉണ്ടാക്കി. ഒരു സിനിമാ താരത്തിന്റെ ജനപ്രീതിയെ കേവലം വോട്ടുകളാക്കി മാറ്റാൻ വിജയ്ക്ക് സാധിച്ചു. എന്തായാലും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ വിജയ് വഴി അടഞ്ഞു. ഇനി ദക്ഷിണേന്ത്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വിജയുടെ സ്വാധീനം ചെലുത്താൻ സാധിക്കുമോ എന്നാണ് നമ്മൾ കണ്ടറിയേണ്ടത്. തമിഴകം പുതിയൊരു ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥിതിക്ക് ഇനി ദക്ഷിണേന്ത്യയും ഒരു പുതിയ ചരിത്രത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? വിജയ്ക്ക് ഇനി പ്രധാനമന്ത്രി പദത്തിലേക്ക് അദ്ദേഹം ലക്ഷ്യമിടുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.